തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ അബദ്ധം BJP കാണിച്ചില്ല. വളരെ നല്ല കാര്യം. അതായത് BJP പിന്നെ മുൻ DGP ശ്രീലേഖയെ മേയറാക്കിയില്ല. അവരെ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചില്ല. നേരെ മറിച്ച് പിന്നെ VV രാജേഷ് അദ്ദേഹം RSSൻ്റെയും BJPയുടെയും ഒക്കെ പാളയത്തിൽ അടികൊണ്ടും അടി കൊടുത്തും പിന്നെ വളർന്നു വന്ന ആളാണ്, സ്വന്തം കഴിവുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പിന്നെ മേയറായി മാറിയിരിക്കുന്നു. അപ്പം മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ തവണ കാണിച്ചത് എന്താണ്? 21 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ പിടിച്ച് മേയറാക്കി. അന്ന് തന്നെ ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. എൻ്റെ വീഡിയോ അന്ന് യൂട്യൂബിൽ മാത്രമായിരുന്നുകൊണ്ടായിരിക്കണം ജനശ്രദ്ധ പിന്നെ അത്രയധികം വന്നില്ല. 21 വയസ്സുള്ള ഒരാൾക്ക് ഒരു മേയറാകാനുള്ള യോഗ്യതയൊന്നുമില്ല. അതിന് മാത്രമുള്ള അനുഭവ പരിചയവും പാരമ്പര്യവുമില്ല. അത് കാരണം അനുഭവവും അറിവും ഇല്ലാത്ത ഒരാൾ മേയർ സ്ഥാനത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്താ കാട്ടിക്കൂട്ടുമെന്ന് പറയാനൊക്കില്ല. അവർക്ക് സ്വതന്ത്രമായൊരു തീരുമാനമെടുക്കാനുള്ള ഒരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടാവില്ല. നേരെ മറിച്ച് പ്രായത്തെപ്പറ്റി അന്നും ഞാൻ ഓർക്കുന്നുണ്ട്. ഈ എങ്ങർപിറ്റും ഒക്കെ 21ാമത്തെ വയസ്സിലാണ് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രായം പിന്നെ സുപ്രധാനമായ കാര്യമല്ലെന്ന് പിന്നെ പലരും പറയാറുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പക്ഷേ നമ്മുടെ അനുഭവത്തിലും ഇവരൊരു പരാജയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അവർ ആ തിരുവനന്തപുരം കോർപ്പറേഷൻ കൊണ്ടുപോയി BJPക്ക് അടിയറ വെച്ചപ്പോൾ അസുഖം തീർന്നു കിട്ടി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ പിന്നെ വിവരമില്ലാഴികയ്ക്ക് പിന്നെ അതിൻ്റെ ഒരു ഫലം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് പ്രാവശ്യം BJP അത് കാണിച്ചില്ല. പിന്നെ ശ്രീലേഖയായിരുന്നു മേയറാക്കിയിരുന്നെങ്കിൽ മിക്കവാറും ഒരു 6 മാസത്തിനകം തന്നെ ജനങ്ങളെല്ലാം ഈ BJPക്കെതിരെ തിരിയുമായിരുന്നു. കാര്യത്തിലൊരു തർക്കവും വേണ്ട. കാരണം ഈ പോലീസ് സേനയിലും മറ്റുമൊക്കെ ഉള്ളവർ ആ ധിക്കാരത്തോടും അവർക്ക് ആ ഒരു സാധാരണ ജനത്തിൻ്റെ പൾസറിയാനോ സാധാരണ ജനവുമായിട്ട് ഒത്തുപോകാനോ കഴിയുന്ന ആളുകളല്ല അവർ. അത് ഞാൻ കണ്ട ഈ പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ എഴുത്തുകാരികൾ, ഇവരൊക്കെ ആ ഒരു ധിക്കാരപരമായിട്ടല്ലാതെ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്നത് കാണാറില്ല. പൊതുവെയുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പിന്നെ മുൻമേയറെ പറ്റി പറയുമ്പോൾ അതിന് പ്രായത്തിൻ്റെ അനുഭവജ്ഞാനത്തിൻ്റെ കുറവ്. ഇപ്പം ഈ IG ശ്രീലേഖ അന്ന് അദ്ദേഹം IG ആയിരുന്നു. അവർ 2006 തോന്നുന്നു ഒർലാൻഡോയിലെ ഫൊക്കാന കൺവെൻഷന് വരികയുണ്ടായി. അപ്പോൾ അന്ന് പിന്നെ ഒരു പെൺകൊച്ച് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് IG ശ്രീലേഖ എന്നുള്ള പേര് പറഞ്ഞത് തെറ്റിപ്പോയി. അത് പിന്നെ ശ്രീലങ്ക എന്നായിപ്പോയി. അപ്പോൾ അവരെ വല്ലാതെ പ്രകോപിപ്പിച്ചു. പിന്നെ ബാക്കിയുള്ളവരെല്ലാം പോയി അവരെ ആശ്വസിപ്പിച്ചത് കുട്ടിക്ക് അറിയാതെ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ്. കാരണം ഇവിടെ വന്നിട്ടും അവർ ആ കേരളത്തിലെ പോലീസ് മേധാവി എന്നുള്ള ആ ഒരു ശൗര്യത്തിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നു. അവരെ മാഡം എന്ന് വിളിച്ച് പുറകെ നടക്കാനൊന്നും ഇവിടെ ആളെ കിട്ടുന്നില്ല. പിന്നെ അങ്ങനെ പിണങ്ങിയിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ അവരെപ്പറ്റി കണ്ടത്, അവരെപ്പറ്റി പിന്നെ കേട്ടതും. അപ്പോൾ ഒടുവിൽ അവർ സമാപന സമ്മേളനത്തിൽ അവർ വന്ന് പിന്നെ വലിയ കാര്യമായിട്ടൊക്കെ സംസാരിക്കുകയുണ്ടായി. ഇങ്ങനെ ഈ മൈക്കലാഞ്ചലോ ചെത്തിമിനുക്കി പിന്നെ വെറുതെ ഒരു കല്ല് കിട്ടി, ആ കല്ല് ചെത്തിമിനുക്കി എല്ലാം ശരിയാക്കി എന്ന് പറഞ്ഞ പോലെയാണ് തൻ്റെ ഇവിടുത്തെ അനുഭവങ്ങൾ തന്നെ കുറേ പിന്നെ മെച്ചപ്പെട്ടതാക്കി എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയുണ്ടായി. അന്ന് അവർ പ്രസംഗിച്ച കാര്യവും വനിതാ സമ്മേളനത്തിൽ പ്രസംഗിച്ച കാര്യവും ഞാൻ ഓർക്കുന്നു. അവർ പറഞ്ഞത് എന്തോ കോളേജ് അധ്യാപികയായിരുന്നു. പക്ഷേ അവരും പിന്നെ സാമ്പത്തിക പ്രശ്നം, പിതാവിൻ്റെ മരണത്തിന് ശേഷം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അത്രയധികം ഇല്ലെങ്കിൽ കൂടി പിന്നെ ഇതിലെ പിന്നെ 4 തലകൾ ചേർന്നാലും 2 വനിതകൾ തമ്മിൽ ചേരില്ല എന്നവർ പിന്നെ കൃത്യമായിട്ട് പിന്നെ പറയുകയും ചെയ്തു. എന്താ പറഞ്ഞ പ്രയോഗം തന്നെ ഞാൻ ഓർക്കുന്നു, 2 ഡാഷ് തമ്മിൽ ചേരില്ല പിന്നെ എന്ന് പറയുകയും ചെയ്ത് ഓർമ്മിക്കുന്നു. പിന്നെ എന്തായാലും അവർ ഈ ഒരു മേയറും അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയാകാനുള്ള യോഗ്യത എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ DGP ആയിട്ടുമൊക്കെ ചെയ്യാൻ കഴിയാത്ത എന്ത് കാര്യമാണ് അവർക്കൊരു മേയറായാൽ ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു കൗൺസിലറായാൽ ചെയ്യാൻ കഴിയുക? ഇങ്ങനെ ഈ അധികാര രംഗത്ത് പിന്നെ തഴമ്പ് ഉള്ള ആളുകൾ അവർക്കത് വിട്ടുകളയാൻ ഇഷ്ടമില്ല. എപ്പോഴും അധികാരത്തിൽ തന്നെ തുടരണം, ആളുകളെ ഭരിക്കണം. ആ ഒരു പിന്നെ താല്പര്യമാണ് ഇങ്ങനെയുള്ള ഈ രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ IAS നിന്നും IPS നിന്നൊക്കെ രാജിവെച്ചും അല്ലെങ്കിൽ റിട്ടയർ ചെയ്തതിന് ശേഷവും ഒക്കെ രംഗത്ത് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അങ്ങനെയുള്ളവരെ ആളുകൾ മാറ്റി നിർത്തിയാണ് ഏറ്റവും നല്ലത്. അടി കൊടുത്തും ഇപ്പം BJPയുടെയും RSSൻ്റെയും കാര്യമായതുകൊണ്ടാണ് അടി കൊടുത്തുമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പം മാർക്സിസ്റ്റുകാരുടെ മാത്രമാണെങ്കിൽ പിന്നെ അടി കൊണ്ടും എന്ന്, കോൺഗ്രസ്സുകാരാണ് അടി കൊണ്ടും മാത്രം പിന്നെ ആണ് പിന്നെ ഉയർന്നു വരുന്നത്. എന്തായാലും അവരെ മാറ്റി നിർത്തിയത് വളരെ നന്നായി. മുൻമേയർ ഈ മാർക്സിസ്റ്റ് പാർട്ടി കാണിച്ച അബദ്ധം BJP കാണിച്ചില്ല. ഇനി BJPയുടെ ഭരണം കൂടി പിന്നെ ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിലാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അതിൻ്റെ ഇടയിലാണ് നമ്മുടെ തൃശ്ശൂർ പിന്നെ ലാലി ജെയിംസ് പറഞ്ഞത്, അവിടെ മേയറായിട്ടൊരു വനിത നിജിൻ,
അവർക്ക് ട്യൂഷൻ കൊടുക്കേണ്ടി വരും, 5 വർഷവും ട്യൂഷൻ കൊടുക്കേണ്ടി വരും, കാരണം അവർക്കൊരു വിവരവുമില്ല, അവർക്കൊരു കാര്യവും അറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്ന് മാത്രമല്ല കാശ് കൊടുത്താണ് ഈ സ്ഥാനം അവർക്ക് കിട്ടിയത്. അപ്പോൾ അതിന് മാത്രം കാശുള്ള വീട്ടിലെ ആയിരിക്കും അവർ, എനിക്കറിഞ്ഞുകൊണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരാതിരിക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് പിന്നെ കഴിവില്ലേ? ഒരു ഇത്രയധികം ആരോപണങ്ങളൊന്നും ഉണ്ടാക്കാതെ ഈ സ്ഥാനങ്ങളിലേക്കൊക്കെ ആളുകളെ കണ്ടെത്താൻ കഴിയില്ലേ? ഇപ്പോൾ കൊച്ചിയിലാണെങ്കിലും കണ്ടു, രണ്ട് വനിതകൾക്ക് പങ്കിട്ട് കൊടുക്കുന്നു 2.5 വർഷം. അപ്പോഴത്തേക്കാണ് ദീപ്തി മേരി വർഗീസ് അവരാണ് മുൻനിരയിൽ നിന്നിരുന്നത്, അവരെ ഒഴിവാക്കി. അവരെ പിന്നെ അതൃപ്തി പ്രകടിപ്പിച്ചു. അപ്പം അതിന് പറയുന്ന ന്യായം അവിടെ ഉള്ള കൗൺസിലർമാരിൽ ഭൂരിപക്ഷം പേര് മറ്റവരെ ആണ് പിന്നെ അംഗീകരിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നയമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇലക്ഷന് നിൽക്കുന്നതിന് മുമ്പ് ആ പാർട്ടിക്കുള്ളിൽ ഒരു പോളിംഗ്, അമേരിക്കയിൽ നടത്തുന്ന ഈ പിന്നെ പ്രൈമറി പോലെ ആ പാർട്ടിക്കുള്ളൊരു പോളിംഗ് നടത്തണം. ആരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത്? പലരും നിൽക്കട്ടെ, എന്നിട്ട് അതിലേറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണം. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ആ ഏറ്റവും കൂടുതൽ കൗൺസിലർമാർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ MLA പിന്നെ പിന്തുണയ്ക്കുന്ന ആൾ മേയറാവട്ടെ മുഖ്യമന്ത്രി ആവട്ടെ, ആ പരിപാടി ഇന്ത്യയിലില്ല. നേരെ മറിച്ച് അതിന് പകരം ആ സമവാക്യം ഈ സമവാക്യം അതെല്ലാം നോക്കിയിട്ട് നേതാക്കന്മാരാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ലത്തീൻ സഭക്കാരൻ മേയറാവണമെന്ന്, ഇപ്പോൾ ലത്തീൻ സഭക്കാരൻ മേയറാവണമെന്ന് പിന്നെ പറയുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ ഒരു ക്രിസ്ത്യാനി മുഖ്യമന്ത്രി ആവണമെന്ന് നമ്മൾ ആരെങ്കിലും ആവശ്യപ്പെടാറുണ്ടോ? ആര് മുഖ്യമന്ത്രി ആയാലും അവർ നീതിപൂർവ്വം കാര്യങ്ങൾ നടത്തണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. ഇപ്പം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോൾ ക്രിസ്ത്യാനിക്ക് കൂടുതൽ വല്ലതും കിട്ടിയോ? കെ കരുണാകരനായിരുന്നതിനേക്കാൾ കൂടുതൽ. അപ്പോൾ കെ കരുണാകരനാകുന്നതിന് നമുക്കൊരു പ്രശ്നവുമില്ല. ഏത് ജാതിക്കാരനായാലും, അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും, അയാൾ കാര്യമായി നീതിപൂർവ്വം കാര്യങ്ങൾ നടത്തണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ നമ്മുടെ ജാതിക്കാരനായതുകൊണ്ട് നമ്മുടെ മതക്കാരനായതുകൊണ്ട് എന്താണ് പ്രയോജനം ഇരിക്കുന്നത്? ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് ഈ കേരളത്തിലെ ആളുകളൊക്കെ ഒന്ന് മാറേണ്ടതുണ്ട്. സമുദായങ്ങളും സംഘടനകളും ഒക്കെ ഒന്ന് മാറേണ്ടതുണ്ട്. എന്താ NSS താക്കോൽ സ്ഥാനത്ത് ആളെ വേണമെന്നൊക്കെ പറഞ്ഞ് നടന്ന് എത്രയോ അപഹാസ്യമായ ഒരു കാര്യമാണ്, എത്രയോ മോശപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പറഞ്ഞ് ഞങ്ങൾക്ക് 5-ാം മന്ത്രി എന്ന് അവരങ്ങ് തീരുമാനിക്കുകയാണ്. ആ മുസ്ലിം ലീഗ് തീരുമാനിച്ചു എന്നുള്ള രീതിയിൽ, എന്നിട്ട് 5-ാമതൊരു മന്ത്രിയെ കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ആ വർഗീയവൽക്കരിക്കുന്ന ഒരു കാര്യങ്ങൾ ഇപ്പം ലത്തീൻ സഭയ്ക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു? ലത്തീൻ സഭയ്ക്ക് മേയറെ കിട്ടിയതുകൊണ്ട് അവർക്ക് കൂടുതൽ എന്തെങ്കിലും കിട്ടുമോ? കൂടുതൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമോ? പിന്നെ ഒരു പ്രഷർ ടാക്ടിക്സ് എന്ന് മാത്രം ആളുകളെ കൊണ്ട് ആളുകൾക്ക് വെറുപ്പുണ്ടാക്കാനായിട്ട് മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപകരിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ മേയർമാർ, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇപ്പോഴത്തെ പുതിയ മേയർമാരിൽ മിക്കവരും വനിതകളാണ്. ധാരാളം പേര് വനിതകളുണ്ട്. അതേതായാലും നല്ലൊരു കാര്യം തന്നെ. ചെറുപ്പക്കാരും വനിതകളും കൂടുതലായിട്ട് വന്നിരിക്കുന്നു. അതൊരു നല്ല കാര്യം. അവർ നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലെങ്കിലും മര്യാദയ്ക്കുള്ള കാര്യങ്ങളെങ്കിലും നടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.